ശ്രീ മധുസൂദനൻ നായർ, ഈ നരക ജീവിതത്തിന് സമീപ ഭാവിയിലെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇതിപ്പോൾ ഇപ്പോഴത്തെ ആവേശമാണ് കേട്ടോ. മേയർ അവിടെയുണ്ട്, ഡെപ്യൂട്ടി മേയറുണ്ട്, എല്ലാവരും വളരെ സജീവമായിട്ടുണ്ട്. DYFI പ്രവർത്തകരുണ്ട് ഒരു ഭാഗത്ത്. ഈ ആവേശം ഇപ്പോൾ അവിടെ ഇറങ്ങി നിന്ന് ഈ കാര്യങ്ങളൊക്കെ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിലും ആ ആവേശം കാണിച്ചു കഴിഞ്ഞാൽ വലിയൊരളവോളം ഈ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഒരാഴ്ച 2 ആഴ്ച വീണ്ടും പഴയതുപോലെ അതിനൊരു മാറ്റം വരുത്തേണ്ടതല്ലേ? ഏത് രീതിയിലാണ് ഇനിയിപ്പോൾ ഈ കോർപ്പറേഷനിലെ പ്രതിപക്ഷം എന്ന പ്രധാന പ്രതിപക്ഷം എന്ന നിലയിൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ നഗരസഭയിലെ ഈ മാലിന്യ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് മിക്ക കൗൺസിലിലും സംസാരം കൂടുതലും, അതുപോലെ നിർദ്ദേശങ്ങളും സംസാരങ്ങളും ഒക്കെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. ഈ അടിയും ബഹളങ്ങളൊക്കെ ഉണ്ടായതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഒരു സ്പെഷ്യൽ കൗൺസിൽ ഞങ്ങൾ വിളിച്ചിരുന്നു. അത് അവതരിപ്പിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ചർച്ച ചെയ്യാനായിട്ടുള്ള ഒരു സമയം പോലും അനുവദിക്കാതെ മേയർ അവിടെ ആസൂത്രിതമായി ഡെപ്യൂട്ടി മേയറെ കൊണ്ട് നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും സ്മൃതി ഇറാനി പരാജയപ്പെട്ടതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് ഞങ്ങളെ പ്രകോപിതരാക്കാൻ വേണ്ടിയിട്ട് ചർച്ചകൾ കൊണ്ടത് അവരുടെ അജണ്ടയായിരുന്നു. അങ്ങനെ ഒരു 5 മിനിറ്റ് കൊണ്ട് ആ സ്പെഷ്യൽ കൗൺസിൽ അവസാനിപ്പിച്ചു. ഒരു ചർച്ചയും നടന്നില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ രാഷ്ട്രീയ അതിപ്രസരം തന്നെയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളതെന്ന് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം സുന്ദര നഗരം എന്ന് പറഞ്ഞൊരു ക്യാപ്ഷനൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ഈ ചാനൽ അനിൽ നമ്പ്യാരെ പോലുള്ള ആൾക്കാരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ തിരുവനന്തപുരം നഗരം മൊത്തം ഒന്ന് ഇറങ്ങി നോക്കണേ. എൻ്റെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ചാക്ക് നഗരം സുന്ദര നഗരമാണ്. എല്ലാ പ്രദേശവും ചാക്കിന് ചവറുകൊണ്ട് കെട്ടി വെച്ചിരിക്കുക. പോയി നോക്കിയാൽ കാണാം, തിരുവനന്തപുരം മൊത്തം അത് തന്നെയാണ്. 100 വാർഡുകളിലും അത് തന്നെ ചാക്ക് നഗരം കൊണ്ട് നിറച്ചിരിക്കുകയാണ്. കാരണം പാവപ്പെട്ട തൊഴിലാളികൾ അവർക്ക് എടുക്കുന്ന വേസ്റ്റ് അല്ലെങ്കിൽ ചവറോ കളയാൻ സ്ഥലമില്ല. അവരെന്ത് ചെയ്യുന്നു? ചാക്കിൽ കെട്ടി പല സ്ഥലങ്ങളിൽ വയ്ക്കുന്നു. ഇപ്പോൾ സ്കൂൾ ഉള്ള സമയങ്ങളാണ്. കുട്ടികൾ നടപ്പാതയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ഇഴജന്തുക്കൾ കുട്ടികളെ ആക്രമിക്കാനുള്ള സാഹചര്യമാണ് ചാക്കിൽ കൂടെ ഉണ്ടാകുന്നത്. ഞാനിത് വെറുതെ പറയുന്നില്ല. നഗരം മൊത്തം പ്രദർശനം നടത്തി നോക്കണം. ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ രീതിയിൽ യാതൊരു രീതിയിലുള്ള കാഴ്ചപ്പാടുമില്ലാതെ ഇത്തരത്തിൽ ഞങ്ങളെന്തെങ്കിലും പറഞ്ഞാൽ അത് BJP ഞങ്ങൾക്കെതിരെയാണ്, ഞങ്ങളെ രാജിവെപ്പിക്കാനാണ്. ഞങ്ങൾക്ക് ഇവരെ ഒന്ന് രാജിവെപ്പിക്കണമെന്നുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് നല്ലൊരു ഭരണം, ഈ പറയുന്ന 10 ലക്ഷത്തിലധികം വരുന്ന തിരുവനന്തപുരത്തെ ജനങ്ങളുടെ അവരുടെ ജീവിതത്തിന് സുരക്ഷിതമായിട്ടുള്ള ഒരു ഭരണം കാഴ്ചവെക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതേ എപ്പോഴും പറയാറുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ പഴയ രോഗങ്ങൾ, ഇപ്പോൾ തന്നെ കോളറ തിരികെ വന്നു തുടങ്ങി, മന്ദരോഗം തിരികെ വന്നു തുടങ്ങി. ഇതിനാരാ ഉത്തരവാദി? ആരാണ് ഇതിന് ഉത്തരവാദി? ഈ പോയ അസുഖങ്ങൾ, മാരകമായ രോഗങ്ങൾ തിരികെ വന്നു തുടങ്ങിയിരിക്കുകയാണ്. ഈ കോളറയുടെയും കൊതുകുകളുടെയും നടുവിലാണ് ഇനിയിപ്പോൾ കേരളീയ സംഘടിപ്പിക്കാൻ പോകുന്നത്. ഒന്ന് നോക്കിയേ. അല്ല, അതിലൊക്കെയാണ് ഇവർക്ക് കൂടുതൽ താല്പര്യം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആമ എഴിഞ്ഞാൽ തോടിക്കൂടെ ഈ ആമ ഇടയും പോലെ വെള്ളം പോവുകയാണെങ്കിൽ ഇവർ ഈ പറഞ്ഞ മുയൽ ഓടുന്ന വേഗത്തിൽ സാമ്പത്തികം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണ് അവലംബിക്കുന്നത്. കുറേ ഉപദേശ സമിതികളുണ്ട്, ശുചിത്വ മിഷൻ, അങ്ങനെയുള്ള കുറേ, ഇതെല്ലാം റിട്ടയറായ കുറേ ഉദ്യോഗസ്ഥരെ ഇരുത്താൻ വേണ്ടിയിട്ടുള്ള ഓരോ സമിതികളാണ്. യാതൊരു ഫലവും ഇല്ല. ആ സമിതികളുടെ അഡ്വൈസ് എനിക്ക് ഡോക്ടർ B. ജയരാജ് സാറിന് പറയാണ്. സാറ് നേരത്തെ പറഞ്ഞു സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് അവയർനെസ്. സാർ ദയവ് ചെയ്ത് ഈ മേയർ ഉൾപ്പെടെയുള്ള ഭരണസമിതിക്ക് അവയർനെസ് കൊടുക്കാൻ സാറ് തയ്യാറാവണം. എനിക്ക് വളരെ വിനീതമായ ഒരു അപേക്ഷയാണ്. അങ്ങനെയെങ്കിലും ഒരു കണ്ണു തുറന്ന ഒരു കാഴ്ചപ്പാടുള്ള പ്രവർത്തനം നഗരം BJP 35 കൗൺസിൽ 34 കൗൺസിലർമാർ ഉള്ളതുകൊണ്ട് BJP ഞങ്ങൾക്കെതിരാണ്, അല്ലെങ്കിൽ അവരെ ഒരു ശത്രുക്കളെ പോലെ കണ്ടുകൊള്ള മനോഭാവമാണ് നഗരസഭ കൗൺസിലും മറ്റുമൊക്കെ ഈ മേയർ സ്വീകരിക്കുന്നത്. ആരാണെന്നറിയില്ല മേയർക്ക് അഡ്വൈസ് കൊടുക്കുന്നത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്കൊന്നേ പറയാം, ഞാൻ ആദ്യം സൂചിപ്പിച്ചാൽ 10 ലക്ഷത്തിലധികം വരുന്ന ജനസമൂഹത്തോടൊപ്പം ഞങ്ങൾ എന്നും ഉണ്ടാകും. അത് എന്ത് കാര്യം, ഭരണസമിതി ചെയ്യുന്ന നല്ല കാര്യം നിങ്ങളുണ്ട്. അല്ല, ആരോഗ്യകരമായ ജീവിതം പ്രദാനം ചെയ്യുക, അതെ, തീർച്ചയായും അതിനുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കുക, അത് മാത്രം മതി. അതെ. ഇപ്പൊ സംസ്ഥാന സർക്കാർ ക്ലീൻ സിറ്റി, ഗ്രീൻ സിറ്റി എന്നൊക്കെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ക്ലീനും അല്ല ഗ്രീനും അല്ല. അതെ. ഇപ്പോൾ ഒന്നും അല്ലാത്ത അവസ്ഥയിലായി.